ഇടുക്കി അടിമാലി കല്ലാറിൽ അംഗൻവാടി കെട്ടിടത്തിന്റെ 2ാം നിലയിൽ നിന്നു വീണ് കുട്ടിക്ക് ഗുരുതര പരിക്ക്. കുട്ടി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അംഗൻവാടി ജീവനക്കാർക്കെതിരെ പ്രതിഷേധം. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. രാഹുൽ, എന്താണ് വിശദാംശങ്ങൾ? വേണു, ഇന്നലെ ഉച്ചയ്ക്കാണ് ഈ അപകടം സംഭവിക്കുന്നത്. അംഗൻവാടി ഇന്നലെ 4 കുട്ടികളാണ് ഉണ്ടായിരുന്നത്. അവർക്ക് ഭക്ഷണം കൊടുത്തതിന് ശേഷം തിരികെ മുകളിലത്തെ നിലയിലേക്ക്, അതായത് 3 നിലയുള്ള കെട്ടിടമാണ്, അതിന്റെ ഏറ്റവും അടിയിലത്തെ നിലയിലാണ് ഭക്ഷണം കൊടുക്കുന്നത്. ഭക്ഷണം കൊടുത്തതിന് ശേഷം 2 കുട്ടികളുമായി മുകളിലേക്ക് വരുന്നു. മുകളിലെത്തിയപ്പോൾ ഈ ടൈല് വിരിച്ചിരിക്കുന്നതാണ്. ആ ടൈലിൽ മഴവെള്ളം ഉണ്ടായിരുന്നു. ആ ടൈലിൽ തന്നെ ഈ കുട്ടി താഴേക്ക് വീഴുകയായിരുന്നു. 20 അടി താഴ്ചയിലേക്കാണ് വീണത്. ഈ കുട്ടിയെ രക്ഷിക്കുന്നതിന് വേണ്ടി ശ്രമിച്ച അധ്യാപികയുടെ കാലൊടിയുന്ന സാഹചര്യം കൂടി ഉണ്ടായെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ഈ അംഗനവാടി ജീവനക്കാരുടെ അനാസ്ഥയാണ് ഈ അപകടത്തിന് കാരണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും രക്ഷിതാക്കൾ ആരോപിക്കുന്നത്. കാരണം മഴ പെയ്ത സമയമാണ്, കൃത്യമായിട്ടുള്ള ശ്രദ്ധ കുട്ടികളുടെ മേൽ കൊടുത്തില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായത് എന്നുള്ളതാണ് പ്രധാനമായും ആരോപിക്കുന്നത്. മാത്രമല്ല, ഇത് 3ാം നിലയിൽ ഈ ഒരു അംഗനവാടി കെട്ടിടം പ്രവർത്തിക്കുന്നതിന്റെ സാഹചര്യം കൂടി പരിശോധിക്കേണ്ടതുണ്ട് എന്നുകൂടി പറയുന്നുണ്ട്. മാത്രമല്ല, ഈ കുട്ടികൾ ഉള്ള സ്ഥലത്ത് കൃത്യമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല. ബാരിക്കേഡ് ഉണ്ട്, വേലി കെട്ടിയിട്ടുണ്ട്, കൈവരി കെട്ടിയിട്ടുണ്ട്. പക്ഷേ അത് ഈ കുട്ടികൾ അതിനിടയിലൂടെ കടന്നു പോകാൻ പാകത്തിനുള്ള അകലം ആ കൈവരിക്കുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ആ കുട്ടി താഴേക്ക് വീണതും ആ കൈവരികൾക്കിടയിലൂടെയാണ് എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. താഴേക്ക് വീണ കുട്ടിയുടെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. തലയോട്ടി പൊട്ടി തലച്ചോറിൽ രക്തം കട്ട പിടിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് അവസാനമായിട്ട് അറിയാൻ കഴിയുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജിലാണ് നിലവിൽ ഈ കുട്ടി ഇപ്പോൾ ചികിത്സയിലുള്ളതും. എന്തായാലും വലിയ തരത്തിലുള്ള പ്രതിഷേധം അവിടെ പഠിക്കുന്ന മറ്റു കുട്ടികളുടെ രക്ഷിതാക്കൾക്കുണ്ട്. കൃത്യമായിട്ടുള്ള പരിശോധന, കൃത്യമായിട്ടുള്ള നടപടി ഈ അംഗനവാടിയിലെ ഉദ്യോഗസ്ഥർക്കെതിരെ അല്ലെങ്കിൽ ജീവനക്കാർക്കെതിരെ ഉണ്ടാകണം. കെട്ടിടം അവിടെ നിന്ന് മാറ്റി സ്ഥാപിക്കാൻ പറ്റുമെങ്കിൽ അതിനുള്ള നടപടിയും സ്വീകരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്.